അസ്സലാമു വോയേജ് ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ഞാൻ amanulla ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപുകാരനാണ്. ഒരു തേങ്ങയാണ് ഇത്. അധികം മൂപ്പുള്ളതല്ല, എന്നാൽ ഇളനീരുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു തേങ്ങയാണ്. ഇതിൻ്റെ മുറിഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പോൾ ഇങ്ങനെയുള്ള അധികം മൂപ്പില്ലാത്ത തേങ്ങ എടുത്തിട്ട് ഇത് ചെറുവീട്ട് കിട്ടുന്ന ആ സാധനത്തെ ഞങ്ങൾ ഫീഡ് എന്നാണ് പറയുന്നത്. നിങ്ങളെന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ദ്വീപിലെ ഒരു സ്പെഷ്യൽ സ്നാക്കായ, ഞങ്ങളിവിടെ അലുവ എന്നാണ് പറയുന്നത്, എന്നാൽ മറ്റു ചില ദ്വീപുകളിൽ ഇതിനെ ദ്വീപുണ്ട എന്ന് പറയും. ഇത് ഉരുട്ടിയിട്ട് ഒരു ഉണ്ട രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദ്വീപുണ്ട എന്ന് പറയും. അത് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഈ സാധനം നല്ല ടേസ്റ്റിയാണ്. അത് കഴിച്ചു നോക്കിയവർക്കാണ് അതിൻ്റെ രുചി അറിയാം. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കിയവർ ഇത് കണ്ടാൽ തന്നെ എന്തായാലും വായിൽ വെള്ളം മാറും. സംഭവം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മധുരം എന്ന് പറയുന്നത് തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന തെങ്ങിൻ കള്ളുണ്ടല്ലോ, അപ്പോൾ അത് മീര എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഫ്രഷ് സാധനം, അത് കള്ളാവുകയില്ല, ലഹരിയാവില്ല. ഫ്രഷ് സാധനം ആ മീര എടുത്തിട്ട് അത് വേറൊരു ചെമ്പിൽ ആക്കിയിട്ട് അത് ഇപ്പോൾ പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ട് ഒരു പരുവത്തിലാക്കും. ഒരു കട്ടിയായ രൂപത്തിലാക്കി എടുക്കും. ഒരു ലേശം ഒരു നമ്മുടെ RKG ഒക്കെ പോലെയുള്ള രൂപത്തിലാക്കി എടുക്കും. അത് ഞങ്ങളിവിടെ ശർക്കര എന്നാണ് പറയുന്നത്. അപ്പോൾ അതും നല്ല മധുരമുള്ള നല്ല അടിപൊളി ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഈ ദ്വീപുണ്ട ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആലുവയ്ക്ക് ഈ ദ്വീപുണ്ടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് കാണാം. ഏകദേശം 10-40ഓളം കരിക്ക് ചിരവിയിട്ട് ഫീരയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞങ്ങൾ ഫീര എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ശർക്കര ഇതാണ്. തെങ്ങിൽ നിന്നും ചെത്തിക്കിട്ടുന്ന മീര പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ശർക്കര. ഇതാണ് ശർക്കര. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്. ഇതാ പീരയിലിട്ടിട്ട് ഉണ്ടാക്കിയാണ് സംഭവം നമ്മൾ ഈ ദ്വീപുണ്ട ഉണ്ടാക്കുന്നത്. ഇതാണ് മധുരം, അതിലേക്ക് ഉപയോഗിക്കുന്ന മധുരം ഇതാണ്. നല്ല ടേസ്റ്റിയാണ്. അരോണ്ടാമച്ചേ അടിപൊളി. ഞാൻ സൂപ്പറല്ലേ, സൂപ്പർ. അലുവ അഥവാ ദ്വീപുണ്ട ഉണ്ടാക്കാനുള്ള ചെമ്പ് റെഡിയാണ്. വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കട്ട ഉപയോഗിച്ച് ഞങ്ങൾ ഒരു അടുപ്പും ഉണ്ടാക്കി. അപ്പോൾ ചക്കര ചെമ്പിലേക്ക് കൊട്ടാൻ പോവാണ്. ചക്കര അടുപ്പിൽ വെച്ച് കുറേ ചൂടാക്കി എടുക്കണം. ആദ്യം നമ്മൾ അടുപ്പ് കയറ്റിയിട്ട് അതിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ തേങ്ങ പീര എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ ചക്കരയും പീരയൊക്കെ ഇങ്ങനെ ചെമ്പിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. ശരിക്കും റെസ്റ്റ് കൊടുക്കരുത്, ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വായും കൊണ്ട് ഇപ്പുറത്ത് ഇളക്കില്ല, കൈ കൊണ്ട് അപ്പുറത്ത് ഇളക്കില്ല. ക്യാമറമാൻ നേരത്തിനോടൊപ്പം നന്നായിട്ട് ഈ ചക്കരയും പീരയൊക്കെ ഒന്ന് ലയിച്ച് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ക്യാമറ കൂടിയിട്ട് വറുത്താലോ. ഇത് കൈ വിടാൻ പാടില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് ചീത്തായി പോകും. എന്നിട്ട് അവസാനം ഇത് ഉരുളാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണ സാധനമാണ്. പിന്നെ ഒന്ന് കഴിച്ചാലുണ്ടല്ലോ മോനെ, പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഇനി ഉരുട്ടിയിട്ട് ഒരു ചെറിയ ഉരുളക്കാനെ 10-30 രൂപയ്ക്ക് ഉണ്ടാവും. നല്ല റേറ്റുള്ള സാധനം, എള്ളുണ്ടയുടെ വലിപ്പത്തിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി വിഭവമാണ്. ലേശം ഒന്ന് മുറുകിക്കഴിഞ്ഞാൽ ഇത് ഏലത്തിരി പിടിച്ചാണ്. ഏലത്തിരി പിടിച്ചത് ഇതിലേക്കുണ്ട്. ഏകദേശം ഇത്രയും മുറുകിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ലേശം ഏലത്തിരി പിടിച്ചിടുക. അങ്ങനെ ഓക്കെ. അപ്പോൾ ഏലക്കായ് പിടിച്ചത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത് സംഭവം ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് കുറച്ചൊന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി സാധനം. ഏകദേശം ഈ പരുവത്തിലായി കഴിഞ്ഞാൽ ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റും. പിന്നെ എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കും. അതാണ് പരിപാടി.
അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ചെമ്പിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ഉരുളാക്കും. ഏകദേശം എന്താ ഈ വലിപ്പത്തിൽ ഉരുളാക്കും. ഇപ്പോൾ ഇതാണ് സാധനം. ഇതാണ് ദ്വീപ് അലുവ. ദ്വീപുണ്ടെന്നൊക്കെ പറയും. പിന്നെ ഞങ്ങളിവിടെ അലുവ എന്നാണ് പറയുന്നത്. ശരിക്കും നല്ല ടേസ്റ്റിയായ ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഇതാ നല്ല രസമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്ന ആൾക്കാർക്ക് വായിൽ വെള്ളം മൂറും. എന്തായാലും ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിലേക്ക് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.